അങ്ങനെ ഷാജുവിന് വേണ്ടിട്ട് ഞങ്ങള് ഷാജുവിന്റെ നിക്കായിന് വന്നേക്കാണ്. ആദ്യം വെള്ളം കുടിച്ച് തുടങ്ങാം. വെള്ളം കുടിച്ചിട്ടാണ് ഉള്ളി കയറാം. അതാ അവിടുന്ന് കുടിക്കും. ഉള്ളി കയറാം. ഹായ്. ഷാജു വെയിറ്റ് ചെയ്ത് നിക്കാണ്. ആംബറൊക്കെ ഇട്ട് കയറാൻ നിക്കാണ്. നമ്മളെ എൻട്രി മിസ് ആയിട്ടില്ല. നമുക്ക് നേരെ വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയി ഷാജുന്റെ അവിടെ ഫ്രണ്ടിലേക്കാം. പോവാ. പോരെ. ഹലോ, എന്താ വിശേഷം? കയ്യും വരുന്നില്ലേ? ഡിസൈനർ സംനാഥ. എന്താണത്? എന്താ ഷർട്ട് പിടിച്ചു വന്നേക്കണ? ഇനി ഒരാളെ കാണിച്ചു തരാൻ കിട്ടുക. ഇതാ നമ്മുടെ ഷാജു ഇവിടെ ബൊക്കെ എടുത്തിട്ട് എന്താ വെൽക്കം ചെയ്യാൻ നിക്കാണ്. എന്ത് കാത്തുക്ക. അങ്ങനെ ചെക്കൻ്റെ അടുത്തേക്ക് മണവാളെ എത്തിയിട്ടോ ഷാജുവിനോട്. ഷാജു ടെൻഷൻ ഉണ്ടോ? ബോധം പോകും. ടെൻഷനല്ല, കൈ അതാണ് എൻട്രി മിസ് ആയിട്ടില്ല ഞാന്. ഓക്കെ, ഷാജുന്റെ കൈയൊക്കെ വറക്കണോ? എടാ ഇത് ആദ്യം എന്റെ ആദ്യത്തെ നിക്കാണ്ട. അടുത്തേര് ശരിയാവും, അടുത്തേര് സെറ്റ് ആവും. ഓക്കെ, എന്നാ ശരി, നിക്ക്, ഞാൻ ഇറങ്ങട്ടെ. കറക്റ്റല്ലേ? ഇവിടെ ആൾക്കാർ നിർത്തിണ്ടായിരുന്നു. ഷാളിട്ടിട്ട് വീട് ചെയ്താലെന്താ? റംലാത്താന്റെ കല്യാണം. അത് വേറെ പേരുണ്ടല്ലേ? റംലാത്തല്ലാണ്ട് വേറെ പേരുണ്ടല്ലോ. ഹലോ, ഷാജുനെ മൈമൂനാത്താണ് അവന്റെ ഐക്കോണിക്. പത്രാസ് മൈമൂനാണ് ഇതെന്തെങ്കിലും ഒരുങ്ങിക്കണ്. പത്രാസ് മൈമൂന, പത്രാസ് മൈമൂന. ഷാജു ഒരു കുലുക്കല്ലാണ്ട് ഇതൊന്നും എന്നെ അല്ല എന്നുള്ള രീതിയിലാണ് ഷാജു വെക്കുന്നത്. ഓ, ചെക്കൻ്റെ എൻട്രി ആയി. അപ്പൊ അങ്ങനെ ഷാജു ബൊക്കെ കൊടുക്കാൻ പോവാണ്. ഷാജു കൊടുക്ക്, വാരി കോഴിക്കോട്. ഷാജു ബൊക്കെ കൊടുക്കണ രംഗാണ് കാണുന്നത്. ഷാജുവിന്റെ മൊത്തം വളരെ ടെൻഷൻ ഉണ്ട്. എങ്ങനെ ബൊക്കെ കൊടുക്കുന്ന അറിയാണ്ട് ആദ്യമായിട്ട് ബൊക്കെ കൊടുക്കണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ ലൈവ് കമന്ററി ആണ്. മൈക്ക് ഇവിടെയാണ് എടാ, ലൈവ് കമന്ററി ആണ്. അവിടെ ഭാവ കമന്ററി ഒക്കെ കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്ത് മിഠായി കൊടുക്കൂലോ? ഇപ്പൊ നിക്കായിനൊക്കെ മിഠായി കൊടുക്കലോ? അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ മൈക്ക് ഭാവക്ക് കൈമാറാണ്. വരന്റെ കൂട്ടർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്ത് അടുത്ത പെണ്ണിന്റെ വരന്റെ കൂട്ടുകാര് സമ്മാനങ്ങളായിട്ട് വരുന്നുണ്ടെന്ന് പറയാം. ഈ അനൗൺസ് ചെയ്യാൻ എനിക്ക് കമന്ററി അറിയാം. അടുത്തത് അതുപോലെ പറയാം.
പറഞ്ഞ ബാബേത് ആ വരാൻ പറയും അങ്ങനെയാണ് ചങ്ങായി. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ എന്താടാ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ചെക്കൻ്റെ കല്യാണല്ലേ, കല്യാണത്തിന് ഇങ്ങനെ ചെയ്യാ. ഇതാ എല്ലാരും വരി വരിയായിട്ട് ഇതാ മിഠായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ഈ കാണുന്നതൊക്കെ മിഠായി ആയിട്ട് വന്ന ചെറുക്കന്റെ വീട്ടുകാരാണ്. ഇതാ ഒരു ഇനിയുണ്ട് ബാക്കില്. അതൊക്കെ മിഠായി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അൽമാരുടെ ഉള്ളിലെ സർപ്രൈസ് ആണ് കൊടുക്കാൻ പോണത്. ഭാവി ഞാൻ കൂടി തള്ളി കൊണ്ടെടുക്കാൻ പോവാണ്. ഓക്കെ തള്ളല്ലേ? ഓക്കെ തള്ളല്ലേ? ഇതാടരു കേട്ടോ, ഇതാടരു. എവിടെ എവിടെ നിർത്തേണ്ടത്? ഇവിടെ നിർത്തിയാ മതി. ആ അത് ഇവിടുന്ന് മതി 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 ഇങ്ങനല്ലേ? ഓക്കെ എത്ര പോരെ? ഓക്കെ ഓക്കെ. ഇല്ലല്ല നീ തുറക്കല്ലേ, ഞാൻ തുറക്കും. ഇല്ലല്ല അലമ്പാക്കില്ല. പാണ്ടിക്കാട് കുഞ്ഞ വന്നിട്ടുണ്ടോ? കുഞ്ഞ വന്നിട്ട് വിഷ്ണു ബാക്കിലിട്ട് ഇങ്ങോട്ട് എന്താ ഇതിപ്പോ ഇതിലെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ബ്രൈഡിനും ഗ്രൂമിനും എന്ത് ഡ്രസ്സുമാലേ? ഡ്രസ്സുമാലേ മഹറോ? ഇതില് കുറച്ച് മുട്ടായി ഉണ്ട്. സർപ്രൈസ്. പ്രശ്നമുണ്ടോ? അവിടെ കുറച്ചുകൂടി ഒന്ന് ബാക്കൊക്കെ അവിടെ കുറച്ചുകൂടി നിന്നിട്ട് വെച്ചാൽ ആ സാധനം പൊട്ടി തെറിച്ചു. അതല്ലേ എന്താണ് സംഭവം? വളരെ വലിയൊരു സംഭവമാണ്. കണ്ട ഷാജി ഞെട്ടും. ടെൻഷൻ ഉണ്ടോ? ഉറപ്പല്ലേ? ടെൻഷൻ ഒന്നുമില്ല. ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് അല്ല തുറക്കട്ടെ. ഷാജോ ഓപ്പൺ ആക്കട്ടെ. ഷാജോ വാവ അതുപോലെ തൊട്ടടുത്ത് മണവാളന് ഇവരൊക്കെ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരുമ്പോ ഒരു ടെൻഷനും ഇല്ല. ചെറുതായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. ഡ്രസ്സൊക്കെ കറുത്ത കുഴപ്പമില്ലല്ലോ. അതല്ലേ അനക്ക് വാവയുടെ കല്യാണം ഓർമ്മല്ലേ? ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാവയുടെ സ്റ്റേജിൽ നിന്ന് കയറിയത്. അതൊന്നും ഓർത്താ മതി, നല്ലത്. എവിടെ പിടിക്കണം? ഈ തുറന്നിട്ട് നടക്ക്. അങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ല. ഇത് തുറന്നിട്ട് ഇങ്ങനെ നടന്നു എല്ലാരും കൈയടിക്കട്ടോ. ഓക്കെ ഇത് തുറന്നിട്ട് നേരെ നീ അവിടെ നിന്നോട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചോട്ടോ. 2 3 open. അടുത്തേക്ക് ഷാജുനെ കുറിച്ച് രണ്ടു വാരം സംസാരിക്കേണ്ടതുണ്ട് അല്ലേ? രണ്ടു വാക്കിലും ഒതുക്കണം കേട്ടോ. പറ്റി പൊക്കി പറഞ്ഞോട്ടോ. ആഴ്ച മുഞ്ഞും പറ്റി പൊക്കിക്കോ പാവ. ഷാജുക്ക് പാവാണ്.
അതാണ് ഇപ്പൊ അവനെ അറിയാത്തോണ്ടോ ഇനി ഒരുപാട് അറിയാനിരിക്കുന്നു. അൽഹംദുലില്ലാ, രണ്ടു വാക്ക് പറയുന്നത് അൽഹംദുലില്ലാ, അതാണ് രണ്ടു വാക്ക്. ഞാൻ എന്താക്കിയാളടാ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരന്റെ അതായത് ചങ്കിന്റെ കല്യാണം എന്നുള്ള രീതിക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്? അല്ല, കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ രണ്ടുപേർക്കും. മണവാളൻ ഇതെന്ന് വെച്ചാ വളരെ നല്ലൊരു ഇതാണ്. ഇതിപ്പോ ഞങ്ങളുടെ ഇതിനൊക്കെ നല്ലത് അവരുടെ ഒരു ഇതുണ്ടെങ്കിലാണ് അവരുടെ ഒരു നല്ലതാവുമല്ലോ. അതന്നെ. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഇത് പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഭാര്യമാരാണ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട് ഓക്കേ, അത് നോക്കിയിട്ട് പറഞ്ഞോ. ഓക്കേ. കല്യാണം കഴിയാതെ ചങ്ക് വിച്ചു. Come on. കല്യാണം കഴിയാത്തല്ല, പെണ്ണ് കിട്ടാത്ത. കല്യാണം കഴിച്ച് പറഞ്ഞോ, മറുപടി പറഞ്ഞോ. അത് അന്വേഷിക്കുന്നുണ്ട് പെണ്ണുണ്ടോ പെണ്ണുണ്ടോ പെണ്ണ് എവിടുന്നും കിട്ടുന്നില്ല. ഇവർക്ക് വേണ്ടിട്ടാണ് ആ പാട്ട് വന്നത്. പെണ്ണുണ്ടോ എല്ലാരും കണ്ടില്ലേ? ഓക്കെ, ഈ മുട്ടയിന്ന് കാണ്ടേ എളുപ്പം പേരെ പോയിക്കോ. ഷാജുവിന്റെ സൗണ്ടാണ് ഓടിലുള്ളത്. അതന്നെ ഒപ്പിട് ഒപ്പിട്. നാണമുണ്ട് രാജു. ഹലോ ഷാജു, എന്ത് ശേഷം? നമ്മൾ ആദ്യം ഒന്ന് കയറിയെങ്കിലും ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ ഷാജുവിന് പെണ്ണിട്ട് ഷാജു കല്യാണം കഴിഞ്ഞേ. അങ്ങനെ അപ്പൊ ഇനി എന്ത് ചെയ്ത് നമുക്ക് ഇനി ഒരു ഫോട്ടോ എടുക്കാം.